അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇടതുപക്ഷത്തിനൊപ്പം നിന്ന സാംസ്കാരിക നായകർ പോലും ഭരണ തുടർച്ച വേണ്ട എന്ന് പറയുന്നതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, സഹയാത്രികനായിരുന്നിട്ട് ഒരുപക്ഷെ സഹികെട്ട് മറ്റൊരു പാതയിലേക്ക് നീങ്ങിയ ആളാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ. ശ്രീ സച്ചിദാനന്ദന്റെ വിമർശനം പാർട്ടി ഏതു തരത്തിൽ സ്വീകരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? മുമ്പൊരിക്കൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞ എം എൻ കാരശ്ശേരിയോട് ഒട്ടും മയമായിരുന്നില്ല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളടക്കം പ്രതികരിച്ചത്. അതേ അവസ്ഥയാകുമോ ശ്രീ സച്ചിദാനന്ദന്? നിശ്ചയം ഇപ്പോൾ പാർട്ടിയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം കേവലം വായ്ത്താടിയായി ചുരുങ്ങിയിരിക്കുന്നുവെന്നും തണുത്ത രക്തത്തോടെ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന നേതൃത്വം സ്വയം തിരുത്തുമെന്നോ അവരെ തിരുത്തിക്കാൻ കഴിയുമെന്നോ കരുതുന്നത് ബുദ്ധിശൂന്യമായിരിക്കുമെന്നും അങ്ങനെ ജനങ്ങളിൽ നിന്ന് അറ്റുപോയിട്ടുള്ള നേതൃത്വം സ്വയം മാറി നിൽക്കുമെന്നോ അവരെ ബലാത്കാരമായി മാറ്റി നിർത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുമാണ് പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ തുപ്പാൻ കഴിയാതെ വന്നത് വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷമാണെന്ന് കൽപ്പറ്റ നാരായണ മാഷ് പറഞ്ഞതുപോലെ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് യഥാർത്ഥ വസ്തുത. കേരളത്തിലെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇടതുപക്ഷം, സോക്കോൾഡ് ഇടതുപക്ഷമാണോ എന്നുള്ള ചോദ്യമാണ് വലിയ തോതിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലെത്തിയിട്ടുണ്ടോ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചുറ്റും ഒരു പുതിയ അധികാരവർഗം രൂപപ്പെടുമെന്ന് മിലൻ ജിലാസ് 1957 തന്നെ ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. അതുതന്നെയാണ് ത്രിപുരയിലും ബംഗാളിലും ഇപ്പോൾ കേരളത്തിലും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. പാർട്ടിക്ക് മുന്നിൽ അല്ലെങ്കിൽ ഭരണകൂടത്തിന് മുന്നിൽ ഒരു പുതിയ അധികാരവർഗം രൂപപ്പെട്ടു വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വളരെ കൃത്യമായി അറിയാവുന്നത്. 2016 കേരളത്തിൽ അധികാരത്തിലെത്തിയിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ആദ്യത്തെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ ഗീതാ ഗോപിനാഥ് ആയിരുന്നു. ഡോക്ടർ ഗീതാ ഗോപിനാഥ് ആരാണെന്നും ആരുടെയൊക്കെ ഏജന്റ് ആയിരുന്നു എന്നും വളരെ കൃത്യമായ അറിവുണ്ടായിരുന്നിട്ടും കേരളത്തിൽ ഇപ്പോഴും അവകാശപ്പെടുന്നത് അത് ഇടതുപക്ഷ നയങ്ങൾ നടപ്പിലാക്കുന്നതിനു വേണ്ടി തീവ്ര മുതലാളിത്ത നിലപാടുള്ള ഡോക്ടർ ഗീതാ ഗോപിനാഥിനെ പോലുള്ള ആളുകളെ സാമ്പത്തിക ഉപദേഷ്ടാവാക്കി. ആരായിരുന്നു ആദ്യത്തെ പോലീസിന്റെ ഉപദേശകൻ എന്ന് പറയുന്നത്? ശ്രീ രമൺ ശ്രീവാസ്തവയായിരുന്നു. അതിനുശേഷം ശ്രീ ബെഹ്റയായിരുന്നു. ഇവരാരുടെ ഏജന്റാണെന്നുള്ളത് വളരെ കൃത്യമായി അറിയാമായിരുന്നിട്ടും തീവ്ര വലതുപക്ഷത്തിന്റെ ചുമതലക്കാരായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിക്കുന്ന മുഖ്യമന്ത്രി ഏതു അർത്ഥത്തിലാണ് ഇടതുപക്ഷ ആർജവം അവകാശപ്പെടാൻ കഴിയും എന്നുള്ളിടത്ത് നിന്ന് CPM ഇന്ന് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ നിന്നും മാറി ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നും അതിൽ സംവാദത്തിന്റെ ഇടമില്ലാതെ വരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും പാർട്ടിയെ വിമർശിച്ചിരുന്നാൽ മുൻപ് അവർ പാർട്ടി വഞ്ചകനായി മാറ്റി നിർത്തുകയും അവൻ നയവഞ്ചകനായും പാർട്ടി വഞ്ചകനായും കുലംകുത്തിയായി പ്രഖ്യാപിക്കുന്ന കാലത്തു നിന്ന് ഇന്ന് അവൻ പാർട്ടി അംഗമല്ലെന്നും അവൻ പാർട്ടിയുടെ അണിയല്ലെന്നും പാർട്ടിയുടെ അനുഭാവിയല്ലെന്നും പ്രഖ്യാപിക്കുന്ന ശൈലജ ടീച്ചറെ പോലുള്ള പുതിയ കാലത്തെ നേതൃത്വമാണ് ഇന്ന് പാർട്ടിയെ നയിക്കുന്നത് എന്ന നിരാശയാണ് ഇക്കാര്യത്തിൽ നിന്നുള്ളത്. സച്ചിദാനന്ദ മാഷ് വളരെ കൃത്യമായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരുപക്ഷെ മിലൻ ജിലോസൊക്കെ നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ, റീസയൊക്കെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ വളരെ കൃത്യമായി കേരളത്തിൽ പാർട്ടിക്ക് സംഭവിക്കുന്ന അധംപതനത്തെക്കുറിച്ചും അപജയത്തെക്കുറിച്ചും വളരെ കൃത്യമായി ആശങ്കപ്പെടുകയാണ്. വളരെ ഹ്രസ്വമായ ഒരു അഭിമുഖമായിരുന്നു സച്ചിദാനന്ദ മാഷുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഹ്രസ്വമായ അഭിമുഖത്തിൽ വളരെ കൃത്യമായി പാർട്ടി എവിടെ ചെന്നെത്തപ്പെട്ടിരിക്കുന്നു, ഭരണ തുടർച്ചയെ തുടർന്ന് അത് എങ്ങനെ സംഭവിക്കാൻ പോകുന്നു എന്നും പറയുകയും സാറാ ജോസഫിനെ പോലുള്ള പ്രിയപ്പെട്ട എഴുത്തുകാർ അതിന് പിന്തുണയേകിക്കൊണ്ട് 3.0 എന്ന് പറയുന്ന പിണറായി 3.0 എന്ന് പറയുന്നതൊരു PR എക്സസൈസ് മാത്രമാണ് ഈ എന്നും പറയേണ്ടി വന്നത് ഈ ഘട്ടത്തിലാണ് എന്ന ബോധ്യം. ഇവിടെ അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമാണെന്ന് ആഘോഷിക്കപ്പെടുകയും പാവപ്പെട്ടവൻ പോലും നാളെ എന്താണ് കുഴപ്പം? ചൈന കാണുന്നില്ലേ എന്നാണ്. അവിടെ
പ്രതിപക്ഷമില്ലാത്തതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലെത്തിയിട്ടുള്ള ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടേയിരുന്നു. റോസ ലക്സംബർഗ് വളരെ കൃത്യമായി ഇക്കാര്യത്തെ സംബന്ധിച്ച് ലെനിനുമായി പോലും സുദീർഘമായ സംവാദങ്ങളിൽ ഉണ്ടായിരുന്നു. ലോകത്താകമാനമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അങ്ങനെയായിരുന്നു. ഇവിടെ സംവാദത്തിന് പോലും ഇടമില്ലാത്ത ഇടത്തിലേക്ക് ചുരുങ്ങിക്കുകയും ഒരേ ഒരാളിലേക്ക് അധികാരം കേന്ദ്രീകൃതമാവുകയും ചെയ്യുന്ന ലെനിനിസ്റ്റ് സംവിധാനത്തിൽ ഊടുന്നിയ ഒരു പാർട്ടി സംവിധാനവും ഒരേ ഒരാളുടെ അഭിപ്രായം കീഴിലേക്ക് മാത്രം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമായി ഭരണകൂടം മാറുകയും ചെയ്യുന്ന ഗതികെട്ട കാലത്തിരുന്നുകൊണ്ടാണ് സച്ചിദാനന്ദ മാഷിനെയും സാറാ ജോസഫിനെയും പോലുള്ള ആളുകൾ വളരെ കൃത്യമായി വളരെ അസന്നിഗ്ധ ഘട്ടത്തിൽ പാർട്ടിക്ക് നേരെ ഇങ്ങനെ പറഞ്ഞു വെച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പലപ്പോഴും പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ കുറ്റകരമായ മൗനം പാലിക്കുന്നു എന്ന്. പക്ഷേ ഇപ്പോ അവരുടെ തുറന്നു പറച്ചിലുകൾ എന്നെ വല്ലാതെ ആഹ്ലാദിപ്പിക്കുകയും അതുപോലെ തന്നെ വല്ലാതെ പ്രത്യാശ നൽകുന്ന പ്രതികരണമായി ഞാൻ ഇതിനെ കാണുന്നു. കാരണം കേരളത്തിൽ മാത്രമല്ല, അങ്ങ് പരിശോധിച്ച് നോക്കൂ, ലോകത്താകമാനമുള്ള ഈ ബുദ്ധിജീവികൾ, ലോകത്താകമാനമുള്ള എഴുത്തുകാർ, സാംസ്കാരിക പ്രവർത്തകർ, അവരൊക്കെ ഇടതുപക്ഷമായിരുന്നു. അവരൊക്കെ എല്ലാ കാലത്തും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയായിരുന്നു. അതായിരുന്നു ഏതു കാലഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാരിന്റെ മൂലധനം എന്ന് പറയുന്നത്. എന്നാൽ ആ നൈതിക മൂലധനം നഷ്ടപ്പെട്ട് ഇടതുപക്ഷ ബുദ്ധിജീവികൾ തന്നെ, അല്ലെങ്കിൽ സോക്കോൾ ഇടതുപക്ഷ പ്രവർത്തകർ തന്നെ, സച്ചിദാനന്ദ മാഷിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ ഇടതുപക്ഷ പ്രവർത്തകർ പറയേണ്ടത് തെരുവിലും പൊതു ഇടങ്ങളിലും പറയേണ്ടി വരുന്നത് ഈ ഇടതുപക്ഷ സർക്കാരിന് ഏൽക്കേണ്ടി വരുന്ന കനത്ത പ്രഹരമാണ്. അത് ജനങ്ങളുടെ മനസാക്ഷിയിൽ നിന്നാണ് പറഞ്ഞു വെച്ചത്, അല്ലാതെ അത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നാണ് പറഞ്ഞു വെച്ചത് എന്ന തിരിച്ചറിവ് ഈ പാർട്ടിക്ക് ഉണ്ടാവേണ്ടതാണ് എന്നതാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്.